ഹായ് നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. പല ആളുകളോട് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് എനിക്ക് വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട് എന്ന്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഞാൻ എടുത്തില്ല, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുകയല്ലേ, എനിക്ക് വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറയും. എന്തുകൊണ്ട് വെഹിക്കിൾ ഇൻഷുറൻസ് മാത്രം എടുക്കുന്നു? അത് പുറത്തിറങ്ങിയാൽ, ഇൻഷുറൻസ് ഇല്ലാതെ പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ട്. അല്ലാതെ ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്ന വണ്ടി ഇടിക്കണം, ഞാൻ ഇൻഷുറൻസിന് അടച്ച തുക എനിക്ക് മുതലാക്കണേ എന്ന് ആരും പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇപ്പം ആവശ്യമില്ല എന്ന്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ, പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ വണ്ടി കൊണ്ടുപോയി ഏതെങ്കിലും മരത്തിലോ ഏതെങ്കിലും വണ്ടിയുടെ മുമ്പിലോ കൊണ്ടുപോയിട്ട് ഇടിച്ച് ആക്സിഡൻ്റ് ആക്കി ഹോസ്പിറ്റലിൽ പോകും അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. വെഹിക്കിൾ ഇൻഷുറൻസ് മാത്രമുള്ള ഒരാൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതെ ഒരു ഹെൽത്തിന്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? അയാളുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ കൊടുത്ത് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് മറിച്ചൊരു ഇൻഷുറൻസ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ആകെയുള്ളത് വെഹിക്കിൾ ഇൻഷുറൻസ് ആണ്. അപ്പൊ അതിന് വെഹിക്കിളിന് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആ ഒരു ഇൻഷുറൻസ് വാങ്ങാമെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. തമാശയായിട്ട് പറഞ്ഞതാണെങ്കിൽ കൂടെ ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ അടുത്ത നിമിഷത്തിൽ പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ, കാരണം ഒരസുഖങ്ങളും നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടല്ല വരുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ, ഒരു കുഴപ്പമില്ലാതെ ഓടി നടന്നിരുന്ന ആളാണ്, പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ചിലപ്പോൾ മരിച്ചുപോയി, അല്ലെങ്കിൽ കോമ സ്റ്റേജിലായി, പിന്നെ സ്ട്രോക്ക് വന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? ഒരസുഖവും ഇല്ലാതെ ഓടിച്ചാടി നടന്നിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് വരുന്നു പോവാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാതെ ഒരസുഖങ്ങളും പെട്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യം വരുന്നത് ആ ഘട്ടങ്ങളിലാണ്. പല പ്രാവശ്യം ചിലപ്പോൾ ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഹെൽത്ത് ഇൻഷുറൻസിന് എടുത്തതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും. അപ്പം എന്നേ വേണ്ട, നോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ പല ആളുകളും വിചാരിക്കുന്ന ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടത്താമെന്നാണ്. ഒരിക്കലും ഒരു ഹെൽത്ത് ഇൻഷുറൻസും അസുഖം വന്നു കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് അസുഖം ഇല്ലാത്ത സമയത്ത് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് നിങ്ങളുടെ പുറകെ നടക്കും. പക്ഷേ നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിയുമ്പോൾ നിങ്ങൾ നേരെ തിരിച്ചാവും, നിങ്ങൾ ഇൻഷുറൻസ് അഡ്വൈസേഴ്സിൻ്റെ പുറകെ നടക്കണം. കാരണം ആരോഗ്യമുള്ളപ്പോഴാണ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കേണ്ടത്. അപ്പോൾ ആരോഗ്യമില്ലാതെ ആവുന്ന ആ ഘട്ടങ്ങളിൽ ഒരിക്കലും ഇൻഷുറൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഒരു കമ്പനിയും ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. ഇനി അഥവാ എടുത്താൽ തന്നെ ചില അസുഖങ്ങൾക്ക് 2 വർഷത്തെ റിന്യൂവൽ കഴിയണം. നമുക്ക് ഓൾറെഡി ഉള്ള അസുഖങ്ങളാണെങ്കിൽ 4 വർഷത്തെ റിന്യൂവൽ കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെയാണ് ആളുകൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ ഓടി വന്ന് എനിക്ക് ഇൻഷുറൻസ് വേണം എന്ന് പറയുന്നത്. കാരണം അവർ വിചാരിക്കും ഇപ്പം എടുത്താൽ നാളെ തന്നെ പോയി ട്രീറ്റ്മെൻറ്റ് നടത്താമെന്നാണ്. പക്ഷെ 4 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അപ്പം ഈ പറഞ്ഞ എക്സ്ക്ലൂഷൻസ്, ആരോഗ്യമുള്ള ഒരു വ്യക്തി ഇൻഷുറൻസ് എടുത്താൽ പോലും 2 വർഷത്തെ എക്സ്ക്ലൂഷൻസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് മരുന്ന് വെച്ച് നീട്ടി വെക്കാൻ പറ്റുന്ന ചില അസുഖങ്ങൾ, പൈൽസ്, ഹെർണിയ, സൈനസൈറ്റിസ്, അങ്ങനെയുള്ള കുറച്ച് ലിസ്റ്റുകളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം 2 വർഷത്തെ റിന്യൂവൽ കഴിഞ്ഞാണ് കിട്ടുക. അപ്പോൾ ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തി കൂടി വന്ന് എടുത്താൽ ഇതൊന്നും കിട്ടില്ല. അതുപോലെ BP, ഷുഗർ, കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത മനുഷ്യരിപ്പം ഇല്ല. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് 4 വർഷം റിന്യൂ ചെയ്തതിന് ശേഷമേ കിട്ടുള്ളൂ. പക്ഷേ ചില നല്ല കമ്പനികൾ അതിനൊരു ചെറിയ എക്സ്ട്രാ പ്രീമിയം വാങ്ങിച്ചിട്ട് ആദ്യത്തെ വർഷം തന്നെ കൊടുക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുന്ന പോളിസിയും കമ്പനിയൊക്കെ അനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. നാളെ ഒരു ഇഷ്യൂസ് വന്നാൽ പോലും നമുക്ക് ഭയപ്പെടാതെ, നമ്മൾ അതുവരെ ഹാർഡായിട്ട് ഏൺ ചെയ്ത നമ്മുടെ സമ്പാദ്യം ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. കൂടുതൽ പ്രോപ്പർ ഗൈഡൻസിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം, ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ, ബൈ.